ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് എന്തിനാ? എൻ്റെ വെയിറ്റ് ലോസ് ജേർണിക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം തുടക്കം മുതലേ എൻ്റെ വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തുടക്കത്തിലെ ഈ ഒരു ലുക്ക് തൊട്ട് ഈ ഒരു ലുക്കിലേക്ക് വരെ ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. തുടക്കം തൊട്ട് കാണുന്നവരാണെങ്കിൽ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി വേയിൽ ഒരു എളുപ്പപ്പണിയും ഇല്ല, നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് ഒരു നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ടാവാത്ത രീതിയിൽ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെ ഹെൽത്തി വേയിൽ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതും കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും വെച്ചിട്ട്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ചൈനീസ് വാട്ടർ തെറാപ്പി, പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ, അതിന്റെ ആ ഒരു ആസ്പെക്ട് കൂടെ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വെയിറ്റ് ലോസ്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോവാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ത്രൂ ഔട്ട് ഓരോ കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? അപ്പോൾ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് ഒന്നും അല്ല. എനിക്ക് ഒരു 6-7 മാസം കൊണ്ടാണ് ചേഞ്ച് വന്നത്. ശരിക്കും ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ആ ഫോട്ടോസിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഞാനൊരു വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരുന്നത്, സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തത് 2024 ഇയർ അവസാനിക്കുന്ന ആ ഒരു സമയം, ആ ഒരു മാസങ്ങളിലായിരുന്നു എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എനിക്ക് വന്നത്. പക്ഷേ ഞാൻ ഒരുപാട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെന്നല്ലാതെ പിന്നീട് അതൊന്നെങ്കിൽ ഞാൻ സേവ് ചെയ്ത് വെക്കും എന്നല്ലാതെ ഞാനത് ഒരു പ്രോപ്പറായിട്ടൊരു വേയിൽ എന്നെ ഒന്ന് നേരെ നടത്താനായിട്ട്, എനിക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തീരുമാനം എടുത്തെന്നുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. എൻ്റെ അടുത്തുള്ള, എനിക്ക് പോകാൻ പറ്റുന്ന, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പോകാൻ പറ്റുന്ന ജിമ്മ് കണ്ടുപിടിക്കുക എന്നതായി. ഞാൻ ഈ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വെയിറ്റ് എത്രയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 69.75 ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 കിലോ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 70 കിലോ. അപ്പോഴത്തേക്കും അതെങ്ങനെയാണ് കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലോട്ട് പോകേണ്ടി വരും. ഞാനൊരു 14 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഒരു സമയത്ത് ഫുഡ് അടി കൊണ്ട് മാത്രം എനിക്കൊരു 58 കിലോ കയറി. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ ഈ വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞു. അതെല്ലാം കറങ്ങി തിരിഞ്ഞ് എനിക്കൊരു ചെറിയ ലെഗ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. +1 +2 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വെയിറ്റ് എവിടെ എത്തി? 64 എത്തിയപ്പോൾ ആ ചെറിയ പ്രായത്തിൽ ആ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് ബൾക്കിയായി. ഫുഡ് കൺട്രോൾ ചെയ്ത് മാത്രം. അന്ന് എനിക്കറിയില്ല, ചെറിയ പ്രായം, അന്ന് നമുക്ക് ഫോണില്ല, വേറെ സോഴ്സ് ഒന്നുമില്ല, ആകെ TV ആണ്, അല്ലെങ്കിൽ മാഗസിൻ, മാസിക, വനിത, അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 54 കിലോ ആക്കി. അങ്ങനെ എൻ്റെ വെയിറ്റ് കുറഞ്ഞു. 5-6 വർഷം കഴിഞ്ഞിട്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെയിറ്റ് നോക്കാനൊന്നും പോയിട്ടില്ല, അത്ര വെയിറ്റ് ഒന്നും കയറിയില്ലായിരുന്നു. പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞ് ഗ്രാജുവലി നമ്മുടെ കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോഴില്ലേ, ഇത് 64ലേക്ക് പിന്നെയും വന്നു. 64 ആഴ്ചയിൽ തോന്നില്ല, കാരണം ഏജ് കൂടിയല്ലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഞാനൊരു എഡിറ്ററാണ്, പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററാണ്. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഞാൻ വേറൊരു ജില്ലയിലോട്ട് പോയി. അപ്പോൾ കൊല്ലത്തോട്ടാണ് പോയത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്ത് നിന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ വർക്ക് ചെയ്ത് ഇറങ്ങാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. എന്തെങ്കിലും അജണ്ടോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരുമ്പോഴും, അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഫുഡ് കഴിക്കുക, ബോഡിക്ക് ഒരു അനക്കവും വരുന്നില്ല. അപ്പോൾ ഫുഡ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ബേക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. മൈദ, പൊറോട്ടയൊക്കെ ഞാൻ വെറുത്ത വർഷങ്ങളായിരുന്നത്. അതും എല്ലാം കൂടെ സ്ഥിരമായതുകൊണ്ട് ഈ 64 എന്നുള്ളത് 67 ഒക്കെ ആയി. കൂടാൻ ഭയങ്കര എളുപ്പമായി. എനിക്ക് ഓരോരുത്തരുടെ ബോഡി ടൈപ്പാണ്. എനിക്ക് വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. ഹൗ ഐ ഡിസൈഡഡ് ടു ലോസ് വെയിറ്റ്. അങ്ങനെ വെയിറ്റ് കയറി 68 ആ ഒരു സംഭവങ്ങളൊക്കെ എത്തി. അപ്പോൾ എനിക്ക് അവിടെ ഒരു 1.5 വർഷം ഞാൻ നിന്നിട്ട് പിന്നെ എനിക്ക് തോന്നി എനിക്കൊരു ബ്രേക്ക് വേണം. ഇനിയും ഓവറായി കഴിഞ്ഞാൽ ഞാൻ 70-75 ഒക്കെ ആവും. പീരീഡ്സ് ഇറഗുലർ ആയി. അതും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് 2-3 ജോലിക്ക് പോയെങ്കിലും എനിക്ക് ഹെൽത്ത് വൈസ് ഞാൻ ഭയങ്കര നേരെ ഡൗൺ ആയി. പിന്നീട് ഒന്ന് റിക്കവറായി വരാൻ നല്ല ടൈം എടുത്തു. എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ഉണ്ട്. വർക്ക് ചെയ്യുന്ന ഫ്രീലാൻസ് സെറ്റപ്പിലോട്ടാവേ അങ്ങനെ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ട് 2025 ജനുവരി ഫസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുപോലെ, അതെല്ലാം ഒരു സമയമാണ്. അത്രയും നാളെ ഞാനൊരു ജിമ്മ് കണ്ടുപിടിക്കാതിരുന്നിട്ട് എനിക്ക് ആ സമയപ്പോൾ ഒരു ജിമ്മ് കിട്ടി. എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കാർഡിയോ അവിടെ സെറ്റാണ്. ആ 20 മിനിറ്റ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് നടക്കണം. അപ്പോൾ അങ്ങോട്ട് പോകുന്നതും പിന്നെ അവിടുത്തെ വർക്കൗട്ടും. തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റീവായിട്ട് ഞാൻ ആരോട് സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. ബിക്കോസ് എനിക്ക്
ഇത് കുറയ്ക്കണം ഇത് ഡെഡിക്കേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോവുക, വർക്കൗട്ട് ചെയ്യുക, തിരിച്ചു വരിക. ആ ഒരു കട്ട മൈൻഡ് സെറ്റില്ല. വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആരോട് സംസാരിക്കൊന്നുമില്ല. ഞാൻ എല്ലാത്തിനും ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വിത്ത് പ്രൂഫ് എല്ലാം എൻ്റെ ചേഞ്ച് ഒരു ഡോക്യുമെൻ്ററി പോലെ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. തുടക്കത്തിലെ 2 മാസം എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒന്ന് ഒതുങ്ങി. കാരണം ഡയറ്റ് എൻ്റെ അത്ര കറക്റ്റ് ആയിരുന്നില്ലായിരുന്നു. 3-ാമത്തെ മാസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ ഡയറ്റ് കറക്റ്റ് ആക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യുമായിരുന്നു. മീൻസ് ഇതെന്താണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ആ സമയത്ത് എനിക്ക് ചേഞ്ച് ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചു. കാരണം ഞാൻ എന്തെങ്കിലും വെയിറ്റ് കുറയ്ക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരു ദിവസം വെയിറ്റ് കുറയ്ക്കും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്താലും കുറച്ച് നമ്മുടെ ഫിഗർ എന്താണോ അതിങ്ങനെ കാണിക്കുന്ന ഫോട്ടോസൊന്നും ഞാൻ കളയാതെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ ചേഞ്ച്ഡ് ഇൻ മൈ ഡയറ്റ്. നിങ്ങളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ 80% ഇപ്പോൾ കണക്കിൽ കുറച്ച് ഇതുണ്ട്, എന്നാലും ഭൂരിഭാഗവും പെർസെൻറ്റേജ് വരുന്നത് ഡയറ്റിലാണ്. അതിൽ കുറച്ച് ഭാഗം മാത്രമേ നമ്മുടെ വർക്കൗട്ട് വരുന്നുള്ളൂ. വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ സ്ട്രെങ്തൻ ആക്കാൻ. കാർഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ മെഷീൻ വർക്കൗട്ട് ചെയ്താലേ നമുക്ക് നമ്മുടെ ബോഡി മസിൽസൊക്കെ സ്ട്രോങ് ആവുള്ളൂ. അത് നമ്മൾ ജിമ്മിൽ പോയി തന്നെ ചെയ്യണം. ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അതിന് മുന്നേ നിങ്ങളൊരു ജിമ്മിൽ പോകണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് പിടിച്ചിട്ട് വെറുപ്പ് വരരുത്. പല ആൾക്കാരും ഡയറ്റ് എന്ന് പറയുമ്പോൾ പട്ടിണി കിടന്നാൽ കുറയ്ക്കുക. പട്ടിണി കിടന്നാൽ കുറയും, എന്തോ ആയുസ് കുറയും, അല്ലാതെ വേറൊന്നും കുറയാൻ പോകുന്നില്ല, ചത്തുപോകും നിങ്ങൾ. അപ്പോൾ അത് ബേസിക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. വണ്ണം കുറയ്ക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് യൂട്യൂബിൽ ഇപ്പോൾ ഒത്തിരി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കൺസേൺ ആയിരുന്നു മടുപ്പിക്കാത്ത രീതിയിൽ എനിക്ക് ഡയറ്റ് ചെയ്യണം എന്നുള്ളത്. കുറച്ച് നാൾ ഞാൻ ഷുഗർ കട്ട് ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ വർഷങ്ങളായിട്ട് ഈ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചില സാധനങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി, മധുരം അതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൺട്രോൾ ആക്കി. പിന്നെ മധുരം തൊടാതായി. ഷുഗർ കട്ട് എടുത്തിട്ട് ഷുഗർ കട്ട് ഞാൻ 1 വീക്കോ ഒന്നര ആഴ്ച അത്ര എങ്ങാണ്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്തു. അപ്പോൾ ഡയറ്റിൽ ഷുഗർ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, അധികം എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പോർഷൻ സൈസ് നമ്മുടെ ബോഡി ഇതുമായിട്ട് നല്ല ഒരു ഇതുണ്ട്. പോർഷൻ സൈസിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ നമ്മൾ കൂടുതൽ എടുത്തിട്ട് കറി മാത്രമാണ് കുറച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ശീലം. പക്ഷേ ഞാൻ ഈ ചോറ് നല്ലപോലെ രീതിയിൽ കുറച്ചു. നേരത്തെ എത്രയാണോ കഴിച്ചത് അതിൻ്റെ പകുതിയാക്കി പിന്നെ ചോറ് കുറച്ചു. ചോറ് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ചേഞ്ച് വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പ്രോപ്പർ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ ഫുഡ് നിങ്ങളിപ്പോൾ ചോറ് അത്യാവശ്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വാട്ടർ ഇൻടേക്കിൻ്റെ കാര്യത്തിൽ ഞാനൊരു തോൽവിയാണ്. കാരണം ഞാൻ വെള്ളം കുടിക്കാൻ ഞാൻ മറന്നുപോകും, ഭയങ്കര മടിയാണ്. അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. വെള്ളം കുടിക്കുന്നത് കറക്റ്റാക്കണം. ജിമ്മിൽ പോകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കുന്നത് നല്ല കറക്റ്റാവും. കാരണം അവിടെ ചെന്നിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാഹിക്കും. അപ്പോൾ അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം സിപ്പാക്കി കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ഡയറ്റിൽ മസ്റ്റായിട്ട് നോക്കണം. മീൽസ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഡയറ്റ് എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ഒരു ധാരണയാണ്. മീൽസ് സ്കിപ്പ് ചെയ്യുന്നതല്ല ഡയറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു ബാലൻസ്ഡ് മീലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. അനാവശ്യമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള രീതിയിൽ മാത്രം കഴിക്കുക. എന്നും പറഞ്ഞാൽ നമ്മൾ കണ്ട പച്ചലയും അതും ഇതൊന്നും തിന്നണം എന്നല്ല പറയുന്നത്. അതിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. ഡയറ്റിൽ വരുന്ന കുറച്ച് ഫുഡ് അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഈ ചോറ്, അരിയാഹാരങ്ങൾ, പിന്നെ ഈ ഗോതമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചിലവരങ്ങ് കട്ട് ചെയ്യും, പൂർണ്ണമായിട്ടും കട്ട് ചെയ്യും. ചോറ് കട്ട് ചെയ്തിട്ട് ചപ്പാത്തി 2-3 കഴിക്കും. പക്ഷെ അതിലൊരു ഡിഫറൻസും ഇല്ല. കാലറി സെയിം ആവും നിങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞില്ല എന്ന് പരാതിപ്പെട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ തുടക്കത്തിൽ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓട്സും 2 എഗ് വൈറ്റും കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോട്ടീൻ ചെല്ലണം നല്ലപോലെ. അപ്പോൾ അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ നോക്കി വായിക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ ചോറ് കഴിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കും. ചപ്പാത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ചപ്പാത്തി. എൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2. അപ്പമാണെങ്കിൽ 2 എണ്ണം, പുട്ടാണെങ്കിൽ ഒരു 1/2 കഷ്ണം, പിന്നെ ചപ്പാത്തിയാണെങ്കിൽ 2 എണ്ണം, ഇഡലിയാണെങ്കിൽ 2 എണ്ണം, ദോശ 2 എണ്ണം, ഉപ്പുമാവൊക്കെ ആണെങ്കിൽ കുറച്ച്, നമുക്കറിയാം ആ ഒരു സൈസ് അറിയാം. പിന്നെ രാവിലെ ഇടിയപ്പമൊക്കെ ആണെങ്കിൽ 2 എണ്ണം. ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. പിന്നെ ഈവനിങ് ഞാൻ കുറച്ച് ടീ ഉണ്ടാക്കുമായിരുന്നു. മീൻസ് നമ്മൾ ഷുഗറിന് പകരം തേൻ വെച്ച് റീപ്ലേസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒത്തിരി തേനൊന്നുമല്ല, കുറച്ചെടുക്കും. അതിനകത്ത് ജിഞ്ചർ ടീ യൂസ് ചെയ്യുമായിരുന്നു, ഗ്രീൻ ടീ യൂസ് ചെയ്യുമായിരുന്നു,
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ് യൂസ് ചെയ്യുമായിരുന്നു, ഒരു 5-6 നട്ട്സ്. അപ്പം മിക്സഡ് നട്ട്സിൽ ഒരു 6 എണ്ണം എടുക്കുക, അതും 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ നൈറ്റിൽ ഞാൻ സാലഡ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ ചോറും കഴിക്കുമായിരുന്നു. ചോറ് നല്ലൊരു ഓപ്ഷൻ അല്ല, പക്ഷെ ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. ചോറ് എൻ്റെ വെയിറ്റ് ബാലൻസ്ഡ് ആയി, എൻ്റെ വെയിറ്റ് എൻ്റെ കൺട്രോളിലായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറും കഴിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചോറാണ് കഴിക്കുന്നത്, പക്ഷെ വെയിറ്റ് ഒന്നും കൂടത്തില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് ചോദിച്ചാൽ മതി, എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് വർക്കൗട്ട് റുട്ടീനാണ്. ഞാൻ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസിനും ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതിനും എന്തൊക്കെ വർക്കൗട്ട്സ് ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വർക്കൗട്ടിന് പോകാറില്ല, കുറച്ച് നാളായി പോയിട്ട്. ഒരു പനിയും അതും ഇതൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് ഇനി എന്ന് പോകാൻ പറ്റുമോ അങ്ങനെ പോകാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ 20 മിനിറ്റ്സ് ഞാൻ നടന്നാണ് പോകുന്നതെങ്കിൽ ഞാൻ അവിടെ ട്രെഡ്മില്ലിൽ ഒരു 5 മിനിറ്റ് ട്രെഡ്മില്ലിൽ, എനിക്ക് ഓടാൻ പറ്റില്ല ട്രെഡ്മില്ലിൽ, അപ്പോൾ ഞാൻ പതിയെ നടന്ന് അങ്ങനെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും എന്നെ കൊണ്ടുവിടുമ്പോൾ ഞാൻ പകുതി വരെ ഞാൻ ജിമ്മിൻ്റെ അവിടം വരെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കും. അങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു 10-15 മിനിറ്റ് ട്രെഡ്മില്ലിൽ നടക്കാറുണ്ട്. എക്സ്ട്രാ ഞാൻ വർക്കൗട്ടും ചെയ്യാറുണ്ട്. പിന്നെ ലെഗ് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലെഗ് വർക്കൗട്ട് അധികം ഫോഴ്സ് കൊടുക്കുന്ന രീതിയിലെങ്ങും തുടക്കത്തിലെ മാസങ്ങളിലൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. വാമപ്പ് ചെയ്യും, വാമപ്പൊക്കെ ചെയ്ത് പതുക്കെ അതിൻ്റെ ജിമ്മിൻ്റെ ഉള്ളിൽ കൂടെ എന്നെ ഓടിക്കുമായിരുന്നു, പതുക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ അത് ചെയ്യുമായിരുന്നു. പിന്നെ ഗ്രാജുവലി ഞാൻ ഇപ്പം ചെറുതായിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ആ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്ത് വന്നാണ് ചെയ്യുന്നത്. വെയിറ്റ് ഇടാതെ ചെയ്യാറുണ്ട് ഇപ്പോൾ വർക്കൗട്ട്. 13-14 വയസ്സ് തൊട്ട് എനിക്ക് ബെല്ലി ഫാറ്റ് ഉണ്ട് കുറച്ച്. അത് പിന്നെ പ്രായം കൂടുമ്പം പിന്നെ വലുതാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ബെല്ലി ഫാറ്റ് എനിക്കിങ്ങനെ വയറിങ്ങനെ 2 പോർഷനായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്താൽ പോകത്തില്ല. ഇത് വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടന്നിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഗ്യാപ്പ് കൊടുക്കും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസം ഇടവിട്ട് ഞാൻ ആബ്സിന് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ആബ്സിൻ്റെ വർക്കൗട്ട് ഞാൻ മെഷീൻ വർക്കൗട്ടും ചെയ്യാറുണ്ടായിരുന്നു. അതല്ലാണ്ട് നമ്മൾ മാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്കൗട്ടുണ്ട്. അത് ഞാൻ ജിമ്മിൽ പോയി ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ജിമ്മിൽ പോയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉറക്കം കറക്റ്റ് ആവാതെ ഞാൻ ജിമ്മിൽ പോകാറില്ല. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉറക്കം എന്തെങ്കിലും കാരണത്തിൽ മിസ്സായി, ഞാൻ മാക്സിമം 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടേ ഞാൻ ജിമ്മിൽ പോകാറുള്ളൂ. എനിക്കിപ്പോൾ ഉറക്കം കിട്ടത്തില്ല. ഞാൻ വർക്ക് ചെയ്ത് ഞാൻ കിടക്കാൻ ലേറ്റ് ആയെന്ന് ഞാൻ പിറ്റേ ദിവസം പോകത്തില്ല. ഞാൻ മാക്സിമം 7 മണിക്കൂർ ഇതേവരെ ഞാൻ 7 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ 1-2 പ്രാവശ്യം കണ്ടേ ഉറക്കം കറക്റ്റ് ആവാതെ പോയിട്ടുള്ളൂ. ഉറക്കം കറക്റ്റ് ആവാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് 7 മണിക്കൂർ കറക്റ്റ് ആക്കിയിട്ടേ ഞാൻ പോകാറുള്ളൂ. ചിലർ പറയത്തില്ലേ കുഴഞ്ഞു വീണെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഉറക്കം കിട്ടാതെ പോയി പിന്നെയും ഓൾറെഡി ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പം ആ റെസ്റ്റ് ആവശ്യമുള്ള ബോഡിയും വെച്ചുകൊണ്ട് പിന്നെയും ജിമ്മിൽ പോയി എക്സ്ട്രാ പണിയെടുപ്പിക്കുക. അപ്പോൾ പിന്നെയും ബോഡി ഡബിളായിട്ട് നല്ലതായിട്ട് ക്ഷീണിക്കും. അപ്പോൾ അത് ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാതിരിക്കണേ നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് വേണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 3rd മന്ത് ആയപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് നല്ലപോലെ എടുത്തു. ഞാൻ ഇതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു നല്ലൊരു അവസരം കിട്ടി. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് ഞാൻ അത്യാവശ്യം എങ്ങനെ ഡയറ്റ് എടുക്കേണ്ടതെന്ന് ഓൾറെഡി ഞാൻ പണ്ട് ഈ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് മറ്റേ മോട്ടിവേഷൻ കയറിയിട്ട് ഞാൻ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരാഴ്ചയും കൊണ്ട് ഞാൻ 2-3 കിലോ കുറച്ചതാണ്. നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് പറ്റൂല. നമ്മളുടെ മേളിൽ വരുന്ന വർക്ക് പ്രഷറും അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ ഒരു പ്രഷറും കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലൊക്കെ ചില സമയത്തൊക്കെ. അപ്പോൾ അന്ന് നിർത്തേണ്ടി വന്നു. അപ്പോൾ ആ പരിചയവും പിന്നീട് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള കാരണം അതായിരുന്നു. അപ്പോൾ അവിടുന്ന് അതുകൂടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഡയറ്റ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയി. എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി, പതിയെ കുറയാൻ തുടങ്ങി, ചേഞ്ച് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ലൂസ് ആവാൻ തുടങ്ങുമല്ലോ, അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ കാണുന്നവർ പറയും, നിൻ്റെ വെയിറ്റ് കുറഞ്ഞല്ലോ, എന്തോ ചെയ്ത്, ഡയറ്റ് ചെയ്തോ, നീ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. നമ്മളും ഈ വെയിങ് മെഷീൻ വാങ്ങിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം എപ്പോഴും ഒന്നും നോക്കത്തില്ല. ഞാനിങ്ങനെ ഡയറ്റ് നോക്കിയിട്ട് ഞാൻ ഈ ചലഞ്ചൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ നോക്കുമായിരുന്നു. എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം പോലും കുടിക്കരുത്. ആ സമയത്ത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വെള്ളം പോലും കുടിക്കാതെ എംപ്റ്റി സ്റ്റൊമക്കിൽ നിന്ന് നോക്കുന്നതാണ് നമ്മുടെ കറണ്ട് വെയിറ്റ്. ആ ഒരു വെയിങ് മെഷീൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഡിജിറ്റലായിരുന്നു. അപ്പോൾ അതിലായിരുന്നു ഞാൻ വെയിറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും കളിയാക്കി അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഡിസ്കംഫേർട്ട് ആവാതെ അതൊരു മോട്ടിവേഷൻ ആക്കി എടുക്കുക. ഞാനിതുപോലെ വണ്ണം കുറച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ അതിൽ ഫോക്കസ്ഡ് ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്നൊരു ബാഡ് എനർജിയെ നമ്മുടെ എനർജി ആയിട്ട് മാറ്റാൻ പറ്റും. ചിലവർ പറയുന്ന കേൾക്കാം,
എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്, പക്ഷെ മനസ്സ് അങ്ങോട്ട് റെഡി ആവുന്നില്ല. എനിക്ക് അതിൻ്റെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. മനസ്സിൽ ആദ്യം ചേഞ്ച് കൊണ്ടുവരണം, എന്നാലേ നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫോട്ടോസൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ജിമ്മിൽ മിറർ ഉണ്ടല്ലോ, അപ്പോൾ ഞാനിങ്ങനെ മിററിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കാണും. ഞാനിങ്ങനെ വണ്ണം കുറഞ്ഞ് നല്ല എനിക്ക് എന്താണ് ആവശ്യം ആ ഒരു രൂപത്തിൽ എന്നെ കണ്ടിട്ട് സെറ്റ് അത് ആ ഒരു സാധനം ഫോക്കസ്ഡ് ആക്കിയിട്ട് ആ മിററിൽ ഞാൻ എന്നെ തന്നെ കണ്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അതും ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ തേഞ്ഞിരിക്കത്തേ ഉള്ളൂ. ഭയങ്കര ഡെഡിക്കേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നും നിങ്ങളെ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകാൻ പറയണം. രാവിലെ പോവുക, ഒരു 11 മണിയാകുമ്പോൾ വരിക. 11:30 ആകുമ്പോഴായിരുന്നു എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സമയം. കാരണം ഇതൊക്കെ പോയിട്ട് വരണ്ടേ. ജിമ്മ് രാവിലെ പോയാലും ഞാൻ നടന്ന് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാകുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളിൽ കഴിക്കും. വൈകിട്ട് ഞാൻ മാക്സിമം 8 മണി വരെ അതിൻ്റെ ഉള്ളിൽ കഴിക്കാറുണ്ടായിരുന്നു ഡയറ്റ് നോക്കിയ സമയത്ത്. അപ്പം മാക്സിമം എല്ലാവരും പറയുന്നതൊക്കെ 6 മണിക്കുള്ളിൽ കഴിക്കണം എന്നൊക്കെ. പക്ഷേ മാക്സിമം നോക്കുക, ഒരു 8 മണിക്കുള്ളിൽ കഴിക്കാൻ നോക്കുക. ഡയറ്റിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചിലവർ ചീറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറ്റ് ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് കുറയ്ക്കണം എന്ന് ഒരു മനസ്സിലൊരു സെറ്റാക്കിയിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചീറ്റ് ഡേയ്സ് ഒന്നും എടുക്കാതിരിക്കുക. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. പിന്നെ ഞാനൊരു കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡയറ്റ് റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കി. അങ്ങനെ എനിക്ക് കുറച്ച് റെസിപ്പീസ് കിട്ടി. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ റെസിപ്പീസ് കിട്ടും. പിന്നെ ഓവറായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അപ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് എടുക്കണം. എനിക്ക് അത്രയും വെയിറ്റ് എടുത്തിട്ട് ഞാൻ കുറേ സമയം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയും. അത് മണ്ടത്തരം ചിന്താഗതിയാണ്. ആവശ്യത്തിന് മാത്രം ഒരു വർക്കൗട്ട് ചെയ്താൽ മതി. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ല നടു ഉളങ്ങി കയ്യും കാലും ഉളങ്ങി കിടക്കും, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് അറിയണം. ഞാനൊരു 3/4 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുള്ളായിരുന്നു. അതും എനിക്ക് തുടക്കത്തിൽ എനിക്ക് എത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് എത്ര വെയിറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല. നമ്മൾ ഒത്തിരി ബോഡിയെ സ്ട്രെസ്ഡ് ആക്കരുത്. മാക്സിമം ഒരു 1 hour വർക്കൗട്ടൊക്കെ മതി. അത്രയൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർ ഒരു സമയത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് ചിലപ്പം ആ ആൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളുടെ റിസൾട്ട് ചിലപ്പം ലാഗായിട്ട് കിടക്കുമായിരിക്കും. നമുക്ക് ഒരു റിസൾട്ടും ഇല്ല, നമ്മുടെ വെയിറ്റ് അതുപോലെ തന്നെ കിടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരുടെ ബോഡി ടൈപ്പും നേച്ചറും വെയിറ്റും എല്ലാം ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ ബോഡി ടൈപ്പ് ആയിരിക്കില്ല അവർക്ക്. ചിലവർക്ക് ഇഞ്ച് ലോസ് ആയിരിക്കും, ചിലവർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും. ചിലവർക്ക് ആദ്യം വെയിറ്റ് ഒരു മാറ്റം ഉണ്ടാവില്ല, പക്ഷേ ചിലപ്പോൾ ഈ ഇഞ്ച് ലോസസ് ഉണ്ടാവും. അളന്ന് നോക്കുമ്പം നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. മറ്റൊരാളുടെ വെയിറ്റിലല്ല നിങ്ങൾ കോൺഷ്യസ് ആവേണ്ടത്. ഇപ്പോൾ ഈ വെയിറ്റ് കുറയുന്നത് വഴി നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല മെൻ്റൽ ഗ്രോത്തും കൂടെ. അത് ഞാൻ പറഞ്ഞുതരാം. ചില ഡ്രസ്സ്, ഇപ്പോൾ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഏത് ഡ്രസ്സും ഇടാം. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുമല്ലോ നല്ലൊരു പെർഫെക്റ്റ് ഫിഗറായിട്ടിരിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ഈ ബോഡിക്കോൺ ഡ്രസ്സ്, ചിലപ്പോൾ ഇഷ്ടമുള്ള പല ഡ്രസ്സുകളും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാനൊക്കെ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ചില ഡ്രസ്സൊന്നും ആ സമയത്ത് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് പറയുന്നത്. പല ആൾക്കാർ പല അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. അത് തരുന്നൊരു കോൺഫിഡൻസ് വേറെയാണ്. അപ്പോൾ അതൊരു ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, ഒരു മെൻ്റൽ ഗ്രോത്തും കൂടാണ്. നമ്മൾ വിചാരിച്ച ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൃതി വെക്കണ്ട. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. വേറെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാനാണ് ഗ്യാരണ്ടി. കാരണം എൻ്റെ ഈ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡയറ്റ് ആണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. എനിക്ക് സ്വിച്ച് ഇട്ട പോലെ ഒന്നും റിസൾട്ട് കിട്ടിയാൽ ഞാൻ ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ നവംബർ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ച രീതിയിൽ എൻ്റെ ബോഡി സെറ്റായത്. പക്ഷെ ചില ആൾക്കാർ കണ്ടിട്ട് മോൾ അങ്ങനെ ഇരിക്കുന്നതായിരുന്നു നല്ലത് കേട്ടോ, അതായിരുന്നു ഗ്ലാമർ, ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ, എന്താ വണ്ണം കുറയ്ക്കുവാണോ, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ഒന്നും ബോധർ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ എങ്ങനെ ആവണം എന്നുള്ളത്. അത് മറ്റുള്ളവർ പറയുന്നതിലൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എനിക്ക് 162 എൻ്റെ ഹൈറ്റ്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് എനിക്ക് 62 kg ആണ് എനിക്ക് വേണ്ടത്. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 55 വരെ പോകണം എന്ന്. ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഞാൻ 55 വരെ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ ക്ഷീണിക്കും, കൊള്ളത്തില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഞാനൊരു 55 വരെ എത്തണം എന്ന് എനിക്കുണ്ട്. ആ ചേച്ചി 55 ചെയ്താൽ നല്ലതായിരിക്കും എന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായി കമൻറ്റ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഡയറ്റും വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണി തുടങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, മോട്ടിവേഷൻ വേണം,
മോട്ടിവേഷൻ നിങ്ങൾക്ക് ആവശ്യത്തിനധികം ഇതിന് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പേജിൽ കയറി നോക്കിയാലേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ചില ഇതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. ഞാൻ നോക്കിയ ഡയറ്റ് പ്ലാന്, ഫുഡ് റെസിപ്പീസ്, പിന്നെ വർക്കൗട്ട്സ് എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ നെക്സ്റ്റ് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഈ ഒരു 61 നിന്ന് 55 പോയിട്ട് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ കുറച്ച് പനിയും സാധനങ്ങളൊക്കെ വന്നിട്ട് ഇതൊന്നും പോകുന്നില്ല. ഇത് മറ്റേ ചുമയൊക്കെ വന്നിട്ട് അതിനൊരു നീക്കുപോക്കില്ല. ഇത് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട, ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. ഇപ്പോൾ ഈ വീഡിയോ ആവശ്യമുള്ള ആൾക്കാരുണ്ട് എന്നെനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ടിൽ ദെൻ ബൈ.